ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ന്യൂസിലൻഡിൽ എങ്ങനെ സ്റ്റുഡൻ്റ് ആയിട്ട് എത്താം എന്നതിനെ പറ്റിയാണ്. നിങ്ങൾ ന്യൂസിലൻഡിലോട്ട് സ്റ്റുഡൻ്റ് ആയിട്ട് വരാൻ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റിയും അതുപോലെ പോളിടെക്നിക്സും തമ്മിലുള്ള ഡിഫറൻസ്. ഫീസിന്റെ കാര്യം പറയുവാണെങ്കിലും യൂണിവേഴ്സിറ്റീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോളിടെക്നിക്സിൽ ഫീസ് കുറവുണ്ട്. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ കോഴ്സസ് കാണാൻ പറ്റും. ആ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു പോളിടെക്നിക്കോ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിന്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു കോഴ്സിന് മാത്രം അപ്ലൈ ചെയ്യില്ല. ബിക്കോസ് നിങ്ങൾ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് അത് റിജക്ഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കപ്പ് ആയിട്ട് 1-2 കോഴ്സ് കൂടി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ വൺസ് നിങ്ങൾ കോഴ്സ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് കോസ്റ്റ് കമ്പാരിസൺ. തന്നെ അപ്ലൈ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അതിൽ കയറി നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കും. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടെസ്റ്റിന്റെ റിസൾട്ട്. അതുപോലെ വേണ്ട മറ്റൊരു ഡോക്യുമെന്റ് ആണ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. വലിയൊരു കാര്യമായിട്ടാണ് ചില ആളുകളൊക്കെ കാണുന്നത്. ചില ആളുകളെല്ലാം ഞാനും അങ്ങനെ തന്നെ കണ്ടോട്ടെ, നമ്മളെ കൊണ്ട് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒക്കെ ചിന്തിച്ചൊരു വ്യക്തിയാണ്. ഓവറോൾ 6.5 ഉണ്ടായിരിക്കണം. അതുപോലെ ഇൻഡിവിജ്വൽ 6-ന് താഴെ പോകാൻ പാടില്ല. സോ അതെണ്ണത്തിന്റെയും ആവറേജ് ആണ് നമ്മുടെ ഓവറോൾ ബാൻഡ് വരുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല എന്നൊരു നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആ ഒരു IELTSന്റെ റിസൾട്ടോ അല്ലെങ്കിൽ PTയുടെ റിസൾട്ടോ ഇല്ലാതെ അപ്ലൈ ചെയ്യാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിന്റെ റിസൾട്ട് കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടും. ഇല്ലെങ്കിൽ കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ് കിട്ടുന്നത്.